നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അജയ് വിജയൻ. പ്രധാന വാർത്തകൾ. കോട്ടായിൽ അമ്മയെയും മകനെയും മരിച്ച നിലയിൽ കണ്ടെത്തി. കോട്ടായി പെരുങ്കുളങ്ങരയിൽ 75 വയസ്സുള്ള ചിന്ന, മകൻ 40 വയസ്സുള്ള ഗുരുവായൂരപ്പൻ എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കോട്ടായി പോലീസ് സംഭവസ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ഉപതിരഞ്ഞെടുപ്പുകളിലും തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും മഹിളാ കോൺഗ്രസ് സജീവമാവണമെന്ന് മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബൈദ മുഹമ്മദ്. സ്ത്രീപക്ഷമെന്ന് അവകാശപ്പെടുന്നവർ തന്നെ സ്ത്രീ സംവരണം അട്ടിമറിക്കുന്നുവെന്നും സുബൈദ മുഹമ്മദ്. പാർലമെന്റിലും നിയമസഭകളിലും 30% സ്ത്രീ സംവരണം ആവശ്യപ്പെട്ട് മഹിളാ കോൺഗ്രസ് ജില്ലാ എക്സിക്യൂട്ടീവിൽ പ്രമേയം അവതരിപ്പിച്ചു. അപകട ഭീഷണി ഉയർത്തി തൃശൂർ വടക്കാഞ്ചേരി കുമ്പളങ്ങാട്ടെ കുന്നിൻ മുകളിലെ കൂറ്റൻ പാറക്കല്ലുകൾ. കുമ്പളങ്ങാട് മാലിന്യയാർഡ് പരിസരത്തെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തെ പാറക്കല്ലുകളാണ് യാത്രക്കാർക്കും പ്രദേശവാസികൾക്കും ഭീഷണി ഉയർത്തുന്നത്. മങ്കരയിൽ പ്രദേശവാസികൾക്കും യാത്രക്കാർക്കും ഭീഷണി ഉയർത്തി മങ്കര പോലീസ് സ്റ്റേഷൻ വളപ്പിലെ കാലപ്പഴക്കം ചെന്ന പടുകൂറ്റൻ മരം. വാർത്തകൾ വിശദമായി. കോട്ടായിൽ അമ്മയെയും മകനെയും മരിച്ച നിലയിൽ കണ്ടെത്തി. കോട്ടായി പെരുങ്കുളങ്ങര പല്ലുകാവിൽ പരേതനായ ചാമിയുടെ ഭാര്യ 75 വയസ്സുള്ള ചിന്ന, മകൻ 40 വയസ്സുള്ള ഗുരുവായൂരപ്പൻ എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ചിന്നയെ കിടപ്പുമുറിയിലും മകൻ ഗുരുവായൂരപ്പനെ പരിസരത്തെ മരക്കൊമ്പിൽ തൂങ്ങി മരിച്ച നിലയിലുമാണ് കണ്ടത്. തിങ്കളാഴ്ച രാവിലെ 6:30യോടെ പരിസരവാസികളാണ് ഗുരുവായൂരപ്പനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. ഉടനെ വീട്ടിലെത്തി അമ്മയെ അന്വേഷിച്ചപ്പോഴാണ് കിടപ്പുമുറിയിൽ ചിന്നയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. വൃദ്ധയായ ചിന്നയും മകനുമാണ് വീട്ടിൽ താമസിക്കുന്നത്. കർഷക തൊഴിലാളിയായ ഗുരുവായൂരപ്പൻ അവിവാഹിതനാണ്. ചിന്നയുടെ മറ്റു മക്കളും സമീപത്തു തന്നെയാണ് താമസിക്കുന്നത്. ചിന്ന കുറച്ചു ദിവസമായി പനി ബാധിച്ച് കിടപ്പിലായിരുന്നെന്ന് പരിസരവാസികൾ പറയുന്നു. ചിന്നയുടെ മൃതദേഹത്തിലോ മുറിയിലോ അസ്വാഭാവികമായൊന്നും കണ്ടെത്താനായില്ലെന്നും പോസ്റ്റ്മോർട്ടത്തിനു ശേഷം മാത്രമേ കൃത്യമായ വിവരം ലഭിക്കുകയുള്ളൂ എന്നും കോട്ടായി പോലീസ് പറഞ്ഞു. കോട്ടായി സർക്കിൾ ഇൻസ്പെക്ടർ സിജോ വർഗീസ്, SI സുരേഷ് ബാബു തുടങ്ങിയവരും പാലക്കാട് നിന്നെത്തിയ ഫോറൻസിക് വിഭാഗവും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി. തുടർന്ന് മൃതദേഹങ്ങൾ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഉപതെരഞ്ഞെടുപ്പുകളിലും തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും മഹിളാ കോൺഗ്രസ് സജീവമാവണമെന്ന് മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബൈദ മുഹമ്മദ്. പാലക്കാട് സംഘടിപ്പിച്ച മഹിളാ കോൺഗ്രസ് ജില്ലാ എക്സിക്യൂട്ടീവ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപ്പിലാക്കുന്നത് സ്ത്രീവിരുദ്ധ നിലപാടുകളാണ്. സ്ത്രീപക്ഷമെന്ന് അവകാശപ്പെടുന്നവർ സ്ത്രീ സംവരണം അട്ടിമറിക്കുകയാണ്. സ്ത്രീവിരുദ്ധതയ്ക്കെതിരെയുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായി സജീവ പ്രവർത്തനം താഴേക്കിടയിലും വ്യാപകമാക്കണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ സുബൈദ മുഹമ്മദ് പറഞ്ഞു. നിങ്ങളുടെ സാന്നിധ്യം നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടതാണ്. കൂടാതെ നമ്മുടെ ജില്ലകളിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ നിങ്ങളുടെ സാന്നിധ്യവും പ്രവർത്തനങ്ങളും കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അതിലുപരിയായി ഇത്തവണ നമ്മൾ വളരെ വിജിലന്റായി ടീമായി നമ്മൾ പ്രവർത്തിക്കേണ്ടതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നത് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പാണ്. അതിനു മുമ്പുള്ള മുന്നൊരുക്കങ്ങളാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത്. ഗ്രാസ് റൂട്ട് ലെവലിൽ നിങ്ങൾ വളരെ ആത്മാർത്ഥമായി ശക്തമായ രീതിയിൽ കൂട്ടമായി വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നിങ്ങൾ പ്രവർത്തിക്കേണ്ടതുണ്ട്. പാർലമെന്റിലും നിയമസഭകളിലും 33% സംവരണം ആവശ്യപ്പെട്ട് ജില്ലാ കമ്മിറ്റി പ്രമേയം പാസാക്കി. യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് സിന്ധു രാധാകൃഷ്ണൻ അധ്യക്ഷയായി. സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ മുഖ്യ പ്രഭാഷണം നടത്തി. ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ PP പാഞ്ചാലി, TD ഗീത ശിവദാസ്, VA റഹ്മത്ത്, KA ഷീബ, ഇന്ദിരാദേവി ടീച്ചർ, ജില്ലാ ജനറൽ സെക്രട്ടറി വിജയലക്ഷ്മി, ജില്ലാ ട്രഷറർ ഉഷ പാലാട്ട്, ജില്ലാ ജനറൽ സെക്രട്ടറി ആലിസ് ജോസഫ്, ജില്ലാ ട്രഷറർ ശാരദ തുളസീദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. അപകടക്കിനിയായ തൃശൂർ വടക്കാഞ്ചേരി കുമ്പളങ്ങാട്ടെ കുന്നിൻ മുകളിലെ കൂറ്റൻ പാറക്കല്ലുകൾ. കുമ്പളങ്ങാട് മാലിന്യയാർഡ് പരിസരത്തെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തെ പാറക്കല്ലുകളാണ് പ്രദേശവാസികൾക്കും വഴിയാത്രക്കാർക്കും ഒരുപോലെ ഭീഷണി ഉയർത്തിയിരിക്കുന്നത്. പെരുമഴയിൽ നാട് മുഴുവൻ മരങ്ങൾ വീണും കുന്നിടിഞ്ഞും അപകടഭീതിയിൽ നിലകൊള്ളുകയാണ്. ഇതിനിടെയാണ് തൃശൂർ വടക്കാഞ്ചേരി കുമ്പളങ്ങാട്ടെ കുന്നിൻ മുകളിലെ പാറക്കല്ലുകൾ അപകട ഭീഷണി ഉയർത്തുന്നത്. കുമ്പളങ്ങാട് മാലിന്യയാർഡിന് സമീപത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്താണ് നിരവധി പാറക്കല്ലുകൾ ഏതു സമയവും താഴേക്ക് പതിക്കാമെന്ന അവസ്ഥയിൽ നിലകൊള്ളുന്നത്. പാർലിക്കാട് വഴി വടക്കാഞ്ചേരി ചാവക്കാട് സംസ്ഥാന പാതയിലേക്ക് സഞ്ചരിക്കാനുള്ള എളുപ്പമാർഗം കൂടിയായതിനാൽ നിരവധി വാഹനങ്ങളാണ് കുന്നിന് താഴെയുള്ള റോഡിലൂടെ കടന്നുപോകുന്നത്. താഴെയുള്ള റോഡിന് എതിർവശത്തായി നിരവധി വീടുകളുമുണ്ട്.
മഴ ശക്തമായാൽ പാറക്കല്ലുകൾ പാതയിലേക്കും സമീപത്തെ വീടുകൾക്ക് മുകളിലേക്കും പതിക്കുമെന്ന ആശങ്കയാണ് പ്രദേശവാസികൾക്കുള്ളത്. കുന്നിൻ മുകളിലെ റബ്ബർ മരങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലായി വെട്ടിമാറ്റിയതോടെ ഇളകിമാറിയ മണ്ണിന് മുകളിലെ പാറകൾ അപകടഭീതി സൃഷ്ടിക്കുന്നതായി പരിസ്ഥിതി സംഘടന ജനനയും ചൂണ്ടിക്കാട്ടുന്നു. മേഖലയിലെ ദുരന്തഭീതി അകറ്റാൻ നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ പ്രധാന ആവശ്യം. ഏറ്റവും ഉയരമുള്ള കുന്നുണ്ട്. അവിടെ സ്വകാര്യ വ്യക്തി മരം മുറിച്ച് മാറ്റിയപ്പോൾ വലിയ ഉരുളൻ കല്ലുകളും മറ്റും റോഡിലേക്ക് വീഴത്തക്ക രീതിയിൽ തെളിഞ്ഞു നിൽക്കുകയാണ്. ഇനി മഴ പെയ്യുമ്പോൾ ആ മണ്ണ് ഒലിച്ചു പോവുകയും ഈ കല്ലുകൾ റോഡിലേക്ക് വന്ന് പൊതുജനങ്ങൾക്കും അവിടെ താമസിക്കുന്ന ആൾക്കാരുടെ വീട്ടിലേക്കും ഒക്കെ വീഴുന്നതിനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഈ കല്ല് മാറ്റുന്നതിന് വേണ്ടി യാതൊരു വിധത്തിലുള്ള ശ്രമം നടക്കുന്നില്ല. ഒരു അപകടം വന്നതിന് ശേഷം എല്ലാവരും ഓടിക്കൂടി എന്തെങ്കിലും ചെയ്യുന്നതിനേക്കാൾ അപകടം വരാതെ സംരക്ഷിക്കേണ്ടതാണ് നമ്മളുടെ അത്യാവശ്യം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പാർലമെന്റിലും നിയമസഭകളിലും 33% വനിതാ പ്രാതിനിധ്യം ആവശ്യപ്പെട്ട് ഡൽഹിയിൽ സമരം ചെയ്യുന്ന മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജെബി മേത്തറിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മഹിളാ കോൺഗ്രസ് പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പ്രതിഷേധ ധർണയും സംഘടിപ്പിച്ചു. പ്രതിഷേധ ധർണ മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബൈദ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. സ്ത്രീ സമൂഹ ഉന്നമനത്തിനായി ഒരു പദ്ധതിയും കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നില്ലെന്നും സ്ത്രീകളെ അടിച്ചമർത്തുന്നവർക്കും അവഗണിക്കുന്നവർക്കും നിരന്തര പ്രോത്സാഹനമാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത്. കേന്ദ്ര സർക്കാർ ബജറ്റ് നിലനിൽപ്പ് മാത്രം ലക്ഷ്യം വെച്ചുള്ളതാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അവർ പറഞ്ഞു. സർക്കാരിന് നിലനിർത്താനുള്ള അതിജീവനത്തിനുള്ള ഒരു ബജറ്റാണ് അവർ അവതരിപ്പിച്ചിട്ടുള്ളത്. ജനങ്ങൾക്ക് വേണ്ടി ജനകീയമായ ഒരു കണ്ടന്റും ആ ബജറ്റിൽ വന്നിട്ടില്ല. സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല, യുവാക്കൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല, രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ എങ്ങനെയെങ്കിലും ഭരണം നിലനിർത്തുക, അവരുടെ അതിജീവനത്തിന് വേണ്ടിയുള്ള ബജറ്റാണ് അവർ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ബജറ്റ് അവർക്ക് ആന്ധ്രാപ്രദേശിലും ബീഹാറിലും പോയി അവതരിപ്പിച്ചാൽ പോരെ എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ജില്ലാ പ്രസിഡന്റ് സിന്ധു രാധാകൃഷ്ണൻ യോഗത്തിൽ അധ്യക്ഷയായി. സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ്മാരായ പി പാഞ്ചാലി, ഉഷ പാലാട്ട്, ആലിസ് ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ജൈവ വൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കി മുതുതല ഗ്രാമപഞ്ചായത്ത്. രണ്ടാം വോളിയത്തിന്റെ പ്രകാശനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ നിർവഹിച്ചു. ജൈവ വൈവിധ്യ സംരക്ഷണം, ജൈവ വിഭവങ്ങളുടെ സുസ്ഥിര ഉപയോഗം, ലഭ്യമാകുന്ന പ്രയോജനങ്ങളുടെ നീതിപൂർവകമായ പങ്കുവയ്ക്കൽ എന്നിവ ലക്ഷ്യമാക്കിയാണ് തദ്ദേശ സ്ഥാപനങ്ങൾ ജൈവ വൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കുന്നത്. 2019 ഒന്നാം ഭാഗം പ്രസിദ്ധീകരിച്ചു. ഇപ്പോൾ ജില്ലയിൽ തന്നെ രണ്ടാം വോളിയം രജിസ്റ്റർ പൂർത്തിയാക്കുന്ന പഞ്ചായത്തായി മുതുതല മാറി. പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ രണ്ടാം വോളിയ രജിസ്റ്ററിന്റെ പ്രകാശനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ നിർവഹിച്ചു. കാര്യങ്ങളിലേക്ക് വേണോ എന്നുള്ളൊരു ആശങ്കയൊക്കെ പ്രകടിപ്പിക്കുന്ന ഒരുപാട് പഞ്ചായത്തുകളുണ്ട്. അതിൽ നിന്നും വ്യത്യസ്തമായി നമുക്കറിയാം, ജില്ലാ തലത്തിൽ ജൈവ വൈവിധ്യ ബോർഡിൻ്റെ നേതൃത്വത്തിലുള്ള ക്യാമ്പയിൻ പ്രോഗ്രാമും അതിനുശേഷമുള്ള അവരുടെ ശില്പശാലയും ഒക്കെ നടന്നപ്പോൾ ഏറെ താല്പര്യത്തോടുകൂടെ ആ പരിപാടിയിൽ പങ്കെടുത്തൊരു പഞ്ചായത്താണ് മുതുതല. അത് അന്ന് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അന്ന് തന്നെ അവിടെ ക്ലാസുകൾ കൈകാര്യം ചെയ്യുമ്പോൾ പരമേശ്വര മാസ്റ്റർ ടീം, അങ്ങനെയുള്ള ഒരു ടീം വർക്കാണ് ഇത്. ഇത്തരം ഏത് പ്രവർത്തനങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോഴും അതൊരു ടീം വർക്കാണ്. മുതുതല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല്ലി അധ്യക്ഷയായി. KFBB ജില്ലാ കോർഡിനേറ്റർ സിനിമോൾ പദ്ധതി വിശദീകരണം നടത്തി. വൈസ് പ്രസിഡന്റ് സി മുകേഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം AN നീരജ്, ബ്ലോക്ക് മെമ്പർ ബിന്ദു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ ബുഷറ സമദ്, സുബൈദ മുണ്ടുമ്മൽ, പഞ്ചായത്ത് മെമ്പർ BMC അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഓഗസ്റ്റ് 30 മങ്കരയിൽ നടക്കുന്ന പാലക്കാട് ബ്ലോക്ക് തല ക്ഷീര കർഷക സംഗമത്തിന്റെ നടത്തിപ്പിന്റെ ഭാഗമായി സ്വാഗത സംഘം രൂപീകരിച്ചു. മങ്കര പൂലോടി ക്ഷീരോത്പാദക സംഘത്തിൽ നടന്ന സ്വാഗത സംഘം രൂപീകരണ യോഗം മങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് ഉദ്ഘാടനം ചെയ്തു. ഓഗസ്റ്റ് 30 മങ്കര പ്രിയദർശിനി ഹാളിൽ നടക്കുന്ന ക്ഷീര കർഷക സംഗമം വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. അഡ്വക്കേറ്റ് ശാന്തകുമാരി MLA അധ്യക്ഷത വഹിക്കും. VK ശ്രീകണ്ഠൻ MP മുഖ്യ അതിഥിയായി പങ്കെടുക്കും. മിൽമ ചെയർമാൻ KS മണിയും പരിപാടിയിൽ പങ്കെടുക്കും. ഇതിനോടനുബന്ധിച്ച് മങ്കരയിൽ കന്നുകാലി പ്രദർശനം, കർഷകർക്ക് ക്വിസ് മത്സരം, സെമിനാർ, എക്സിബിഷൻ എന്നിവയും ഉണ്ടാകും. ദൈനംദിന ലെവല് നോക്കുമ്പോൾ ഇന്ന് കാശ് കൊടുത്തിട്ട് വാങ്ങാതിരിക്കാനും പറ്റില്ല, വാങ്ങാനും പറ്റില്ല എന്നുള്ള അവസ്ഥയിലാണ്. പക്ഷെ പാലിന് അതിനനുസരിച്ച വില കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഈ കാര്യത്തിൽ എൻ്റെ അവിടെ പശുവില്ല, കൃഷിയില്ല.
അപ്പൊ അതുകൊണ്ട് വീട്ടിൽ പണ്ടുണ്ടായിരുന്നതൊക്കെ ഒഴിവാക്കാനുണ്ടായ കാരണങ്ങളും ഇതൊക്കെ തന്നെ ആയിരിക്കും. അപ്പൊ പല വീടുകളിലും എന്തില്ല, പശുവിന്റെ എണ്ണം കുറഞ്ഞു വരും. പക്ഷെ സർക്കാർ ഈ മേഖല പ്രൊമോട്ട് ചെയ്യാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് വേറൊരു യാഥാർത്ഥ്യമാണ്. സ്വാഗത സംഘം രൂപീകരണ യോഗത്തിൽ പൂലോടി ക്ഷീരസംഘം പ്രസിഡന്റ് KS സതീഷ് കുമാർ അധ്യക്ഷനായി. ഡയറി ഓഫീസർ CM അമൃത പദ്ധതി വിശദീകരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം CK രജനി, മങ്കര പഞ്ചായത്ത് അംഗം K അനിത, ഡയറി ഫാം ഇൻസ്ട്രക്ടർ C രാധിക, സംഘം സെക്രട്ടറി K ലത തുടങ്ങിയവർ സംസാരിച്ചു. ബ്ലോക്കിന്റെ കീഴിലുള്ള വിവിധ ക്ഷീരസംഘങ്ങളിൽ നിന്നായി 50ഓളം പേർ പങ്കെടുത്തു. അഡ്വക്കേറ്റ് ശാന്തകുമാരി MLA രക്ഷാധികാരിയായും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V സേതുമാധവൻ ജോയിന്റ് രക്ഷാധികാരിയായും പൂലോടി ക്ഷീരസംഘം പ്രസിഡന്റ് KS സതീഷ് കുമാർ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാനായും ഡയറി ഓഫീസർ CM അമൃത കൺവീനറായും രാധിക ജോയിന്റ് കൺവീനറായും സ്വാഗത സംഘം കമ്മിറ്റി രൂപീകരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പട്ടാമ്പി നഗരസഭയിൽ മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ 2ാം ഘട്ടത്തിന് തുടക്കമായി. ഇതിന്റെ ഭാഗമായി നഗരസഭാതല ശില്പശാല സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. ഇതിനായി നമുക്ക് നമ്മുടെ വിവിധ മേഖലയിൽ നിന്ന് നമ്മുടെ സമൂഹത്തിലെ വിവിധ മേഖലയിൽ നിന്നുള്ള എല്ലാ ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഈ ശില്പശാല നടന്നത്. നമുക്കറിയാം, പട്ടാമ്പി നഗരസഭയെ സംബന്ധിച്ചിടത്തോളം മാലിന്യമുക്തം തന്നെയാണ്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പട്ടാമ്പി ടൗൺ ഇന്ന് വളരെ വൃത്തിയോടും മറ്റു മേഖലകളിലെല്ലാം തന്നെ വളരെ മാലിന്യ ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് ഇന്നത്. പട്ടാമ്പി നഗരസഭാ ഹാളിൽ നടന്ന ശില്പശാലയിൽ വൈസ് ചെയർമാൻ TP ഷാജി അധ്യക്ഷനായി. ആരോഗ്യ സ്റ്റാൻഡിംഗ് MT ചെയർപേഴ്സൺ KT റുക്കിയ സ്വാഗതം പറഞ്ഞു. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് MT ചെയർപേഴ്സൺ, മുനിസിപ്പൽ സെക്രട്ടറി, ക്ലീൻ സിറ്റി മാനേജർ, മറ്റു കൗൺസിലർമാർ, AD ഓഫീസർ രാംദാസ്, കില കോർഡിനേറ്റർമാർ ഗോപാലകൃഷ്ണൻ, കല്യാണകൃഷ്ണൻ, ശുചിത്വ മിഷൻ കോർഡിനേറ്റർ ഷെരീഫ്, KSWMP ജില്ലാ പ്രതിനിധി സീന തുടങ്ങിയവർ സന്നിഹിതരായി. കൂടാതെ ഹരിതകർമ്മസേന അംഗങ്ങൾ, വ്യാപാരി വ്യവസായി പ്രതിനിധികൾ, ആശാ ജീവനക്കാർ, കുടുംബശ്രീ പ്രവർത്തകർ, സന്നദ്ധ പ്രവർത്തകർ, മറ്റു ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ബാലസംഘം വാടാനംകുറിശി വില്ലേജ് സമ്മേളനം നടന്നു. പൊയിലൂർ ALPSൽ നടന്ന സമ്മേളനം ബാലസംഘം പട്ടാമ്പി ഏരിയ പ്രസിഡന്റ് ഋതുജ ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിൽ വില്ലേജ് പ്രസിഡന്റ് പവിത്ര വിജയൻ അധ്യക്ഷയായി. ബാലസംഘം ജില്ലാ കമ്മിറ്റി അംഗം PP സുബ്രഹ്മണ്യൻ, വില്ലേജ് സെക്രട്ടറി അശ്വതി, ഏരിയ കൺവീനർ TV ഗിരീഷ്, ഏരിയ കമ്മിറ്റി അംഗം PP വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. സംഘാടക സമിതി കൺവീനർ രാജൻ കുരുത്തോലക്കുന്ന് സ്വാഗതവും ഫിഡൽ ചന്ദ്രൻ നന്ദിയും പറഞ്ഞു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് ഫിഡൽ ചന്ദ്രനെയും സെക്രട്ടറിയായി അശ്വതിയെയും കൺവീനറായി രാജൻ കുരുത്തോലക്കുന്നിനെയും കോർഡിനേറ്ററായി പവിത്ര വിജയനെയും അക്കാദമിക് കൺവീനറായി പ്രീനയെയും തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. അപകട ഭീഷണി ഉയർത്തി മങ്കര പോലീസ് സ്റ്റേഷൻ വളപ്പിലുള്ള പടുകൂച്ചൻ മരം. അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരം മുറിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ പരാതി നൽകിയെങ്കിലും നടപടിയായില്ല. വളർന്ന് പന്തലിച്ച മരം റോഡിലേക്കും സമീപവാസികളുടെ വീടിലേക്കും പന്തലിച്ച് കിടപ്പുണ്ട്. മരത്തിന്റെ കൂറ്റൻ ചില്ലകൾ ചരിഞ്ഞും ചാഞ്ഞും കിടക്കുന്നത് പ്രദേശവാസികളെ ഭീതിയിലാഴ്ത്തുന്നു. ഇതിന് സമീപത്താണ് പെട്ടിക്കടയും ഓട്ടോറിക്ഷ സ്റ്റാൻഡും ബസ് കാത്തിരിപ്പ് കേന്ദ്രവും സ്ഥിതി ചെയ്യുന്നത്. അതിനോട് തൊട്ടു ചേർന്ന് തന്നെ വീടുകളുമുണ്ട്. ശക്തമായ കാറ്റോ മഴയോ വന്നാൽ മരം കടപുഴകി വീഴാനുള്ള സാധ്യതയും ഏറെയാണ്. മരം നിലംപതിച്ചാൽ പ്രദേശത്ത് വലിയ ദുരന്തം തന്നെയായിരിക്കും സംഭവിക്കുക. പ്രദേശവാസികൾ അധികൃതർക്ക് പരാതി നൽകി മാസങ്ങളായെങ്കിലും മരം വെട്ടിമാറ്റാനുള്ള നടപടി ഇന്നേ വരെ ഉണ്ടായില്ല. യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടി കൈക്കൊള്ളണമെന്നാണ് പ്രദേശവാസികളുടെ പ്രധാന ആവശ്യം. ഇത് പല ഭാഗത്തുള്ള വണ്ടികൾ പാർക്ക് ചെയ്യുന്നു, അപ്പുറം വീടുകളും മറ്റു കാര്യങ്ങളുണ്ട്. ഈ കൊതിൻ്റെ കൊമ്പുകൾ മുറിച്ചു മാറ്റിയില്ലെങ്കിൽ ഒരുപാട് അപകടങ്ങൾ സംഭവിക്കും. അപ്പം അതിനുവേണ്ടി ഒരുപാട് ഇതൊക്കെ കൊടുത്തിട്ടായിരുന്നു. അതിനൊരു ആക്ഷൻ കാണാനില്ല. കാണുന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഇപ്പോൾ. അത് വെട്ടി മാറ്റണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വള്ളുവനാട് ഹിന്ദുമത പരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ മുതിർന്ന കലാകാരന്മാരെ ആദരിച്ചു. പെരിങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്ര ഹാളിൽ നടന്ന പരിപാടി പൂമുള്ളി നാരായണ നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്തു. ലയവൈഖരി എന്ന പേരിൽ പെരിങ്ങോട് ശ്രീരാമസ്വാമി ക്ഷേത്ര ഹാളിൽ നടന്ന പരിപാടിയിൽ വിനയഗോപാൽ അധ്യക്ഷനായി. സന്തോഷ് സോപാനം മുഖ്യപ്രഭാഷണം നടത്തി. പ്രൊഫസർ കലാമണ്ഡലം ചന്ദ്രൻ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. ഡോക്ടർ പ്രേമചന്ദ്രൻ മേഴത്തൂർ, നാരായണൻ, രാംദാസ്, മുരളീവർമ്മ, ഹരിദാസ്, ജയൻ വെള്ളാളൂർ തുടങ്ങിയവർ സംസാരിച്ചു.
വിവിധ മേഖലകളിലെ മുതിർന്ന കലാകാരന്മാരെ ചടങ്ങിൽ ആദരിച്ചു. സന്തോഷ് പറഞ്ഞെന്താ വെച്ചാൽ അത് എഴുതി വെക്കാൻ പോവുകയാണെന്ന് അതിന് ഡോക്യുമെൻ്റ് ചെയ്തിട്ട് കൊട്ടുകാർ അവിടെ ഒരു മഹാനായിട്ടുള്ള ഷഡ്കാല ഗോവിന്ദമാരാർ ആണ് ഞാൻ ഇപ്പോൾ ചോദിച്ചിരുന്നത്. അദ്ദേഹം വളരെ മഹാനായിട്ടുള്ള ആളായിരുന്നു. ഈ വടക്ക് എവിടെ അദ്ദേഹത്തിൻ്റെ കൃത്യം കോട്ടയം ജില്ലയിലാണ്. അപ്പോൾ കോട്ടയം ജില്ലയിലാണ് അദ്ദേഹം. പക്ഷെ അദ്ദേഹം ഒരു കാലഘട്ടത്തിൽ സ്വാതി തിരുനാളിനെ കാണാൻ പോയി. തിരുവനന്തപുരത്ത് മഹാരാജാവായിട്ടുള്ള സ്വാതി തിരുനാളിന്. അന്ന് ഈ കലാകാരന്മാർക്കൊക്കെ ആശ്രയം ഈ രാജാക്കന്മാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പല ദിക്കിനും. ഇവിടെ തന്നെ ഉള്ള പെരിങ്ങോട് നിന്നുള്ള കലാകാരൻ തന്നെ അവിടെ പോയിട്ട് സമ്മാനങ്ങൾ അനവധി ആൾ മേടിച്ചിട്ടുണ്ട്. പഴയ ചരിത്രം നോക്കിയാൽ എനിക്കറിയാം. കഥകളി വിദഗ്ധരും. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പുതുശ്ശേരി മിത്രാനന്തപുരം ക്ഷേത്രത്തിൽ കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി ദേശഗുരുതി നടന്നു. ക്ഷേത്രം തന്ത്രി തീയന്നൂർ കാളിദാസൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ദേശഗുരുതി നടന്നത്. കർക്കിടക മാസത്തിന്റെ ഭാഗമായി ഒരു മാസം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളാണ് ക്ഷേത്രത്തിൽ നടന്നുവരുന്നത്. ദേശഗുരുതിയിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. ക്ഷേത്രത്തിൽ രാവിലെ വിദ്യാഗോപാല മന്ത്രാർച്ചനയും മഹാഗണപതി ഹോമവും നടന്നു. തുടർന്ന് ദേവിക്ക് നവകം, പഞ്ചഗവ്യം, ചാന്താട്ടം എന്നിവയ്ക്കു ശേഷം വൈകുന്നേരത്തോടെയാണ് ദേശഗുരുതി നടന്നത്. ഭദ്രകാളി കോമരമായ പ്രസാദിന്റെ നേതൃത്വത്തിൽ ഭദ്രകാളി കർമ്മവും നടന്നതോടെ പ്രധാന പൂജകൾക്ക് പരിസമാപ്തി കുറിച്ചു. ക്ഷേത്രത്തിൽ ഓഗസ്റ്റ് 3 രാവിലെ 5 മണിക്ക് ആരംഭിക്കുന്ന കർക്കിടക വാവ് ബലിതർപ്പണത്തിന് സുനിൽ ശർമ്മ നേതൃത്വം നൽകുമെന്നും ഓഗസ്റ്റ് 5 പൈങ്കുളം രാമകൃഷ്ണകുറുപ്പിന്റെ നേതൃത്വത്തിൽ ദാരികവധം പാട്ട് നടക്കുമെന്നും ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. കർക്കിടക മാസത്തിൽ പതിറ്റാണ്ടുകൾക്ക് ശേഷം തന്ത്രി തീയന്നൂർ കാളിദാസ ഭട്ടതിരിപ്പാടിൻ്റെ മുഖ്യ കർമ്മത്വത്തിൽ ദേശഗുരുതി ഭക്തജനങ്ങളെ നിറസാന്നിധ്യത്തോടുകൂടി വളരെയധികം ഭംഗിയിൽ ഇന്നേ ദിവസം നടത്തിയിരിക്കുകയാണ്. ഇതിൽ പങ്കെടുത്ത, ഇതിനോട് സഹകരിച്ച എല്ലാ നാട്ടുകാരെയും, എല്ലാ ഭക്തജനങ്ങളും, എല്ലാ ദേശക്കാരെയും കമ്മിറ്റിയുടെ പേരിലും സ്വന്തം പേരിലും പ്രത്യേകം നന്ദി അറിയിപ്പിച്ചുകൊള്ളുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പുലാച്ചിത്ര NSS കരയോഗത്തിന്റെ വാർഷിക പൊതുയോഗം നടന്നു. പൊതുയോഗം NSS ഒറ്റപ്പാലം താലൂക്ക് യൂണിയൻ സെക്രട്ടറി M രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. 16/10/22 ഉണ്ടായ ജനറൽ ബോഡിക്ക് ശേഷം ഉണ്ടായ കമ്മിറ്റിയാണ്. പുലാച്ചിത്ര എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പുലാച്ചിത്ര കരയോഗം എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കരയോഗം. അത് നമുക്ക് മുന്നോട്ട് പോകാൻ തന്നെയുള്ള പദ്ധതികളൊക്കെ ഞങ്ങൾ ആസൂത്രണം ചെയ്ത് കഴിഞ്ഞ 2 വർഷത്തിൽ പലതും ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ സാധാരണ പറയും, ഞങ്ങൾക്ക് സാധാരണ ഒരു ചോദ്യം സാധാരണ വരാറുള്ളതാണ്, എന്താപ്പോൾ NSS ഉണ്ടാക്കിയ കാര്യം. NSS എന്ന് പറയുന്നത് ഒരു സർവീസ് യൂണിറ്റ് ആയതുകൊണ്ട്, സർവീസ് സംഘടനയായതുകൊണ്ട് നമുക്ക് അർഹർ സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ മാത്രമേ സാധിക്കൂ. എല്ലാ തരത്തിലുള്ള സഹായം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എങ്കിലും വാണിയംകുളം ലച്ചൂസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ കരയോഗം പ്രസിഡന്റ് N രവീന്ദ്രനാഥൻ അധ്യക്ഷത വഹിച്ചു. കരയോഗം വൈസ് പ്രസിഡന്റ് K ശശികുമാർ സ്വാഗതം പറഞ്ഞു. താലൂക്ക് യൂണിയൻ ഭരണസമിതി അംഗം M രാജഗോപാൽ മുഖ്യപ്രഭാഷണം നടത്തി. കരയോഗം സെക്രട്ടറി പ്രവർത്തന റിപ്പോർട്ടും ഖജാൻജി K മോഹൻദാസ് 2023-24 വർഷത്തെ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. വനിതാ സമാജം സെക്രട്ടറി ശോഭനകുമാരി പരിപാടിക്ക് നന്ദി പറഞ്ഞു. തുടർന്ന് കരയോഗത്തിലെ കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ വീണ്ടും. കോട്ടായിൽ അമ്മയെയും മകനെയും മരിച്ച നിലയിൽ കണ്ടെത്തി. കോട്ടായി പെരുങ്കുളങ്ങരയിൽ 75 വയസ്സുള്ള ചിന്ന, മകൻ 40 വയസ്സുള്ള ഗുരുവായൂരപ്പൻ എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കോട്ടായി പോലീസ് സംഭവസ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ഉപതിരഞ്ഞെടുപ്പുകളിലും തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും മഹിളാ കോൺഗ്രസ് സജീവമാവണമെന്ന് മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബൈദ മുഹമ്മദ്. സ്ത്രീപക്ഷമെന്ന് അവകാശപ്പെടുന്നത് തന്നെ സ്ത്രീ സംവരണം അട്ടിമറിക്കുന്നുവെന്നും സുബൈദ മുഹമ്മദ്. പാർലമെന്റിലും നിയമസഭകളിലും 30% സ്ത്രീ സംവരണം ആവശ്യപ്പെട്ട് മഹിളാ കോൺഗ്രസ് ജില്ലാ എക്സിക്യൂട്ടീവിൽ പ്രമേയം അവതരിപ്പിച്ചു. അപകട ഭീഷണി ഉയർത്തി തൃശൂർ വടക്കാഞ്ചേരി കുമ്പളങ്ങാട്ടെ കുന്നിൻ മുകളിലെ കൂറ്റൻ പാറക്കല്ലുകൾ. കുമ്പളങ്ങാട് മാലിന്യയാർഡ് പരിസരത്തെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തെ പാറക്കല്ലുകളാണ് യാത്രക്കാർക്കും പ്രദേശവാസികൾക്കും ഭീഷണി ഉയർത്തുന്നത്. മങ്കരയിൽ പ്രദേശവാസികൾക്കും യാത്രക്കാർക്കും ഭീഷണി ഉയർത്തി മങ്കര പോലീസ് സ്റ്റേഷൻ വളപ്പിലെ കാലപ്പഴക്കം ചെന്ന പടുകൂറ്റൻ മരം.
ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.